ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുരിങ്ങയിലയും പരിപ്പും കൂടെ ഉള്ളൊരു കറിയാണ്. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കറിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം നമുക്ക്. ഈ മുരിങ്ങയില പരിപ്പ് കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു അര ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു 20ഓളം വരും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പരിപ്പ് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടാം. ഇപ്പം ഞാൻ ആ പരിപ്പ് ഒരു 3 പ്രാവശ്യത്തോളം കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി, ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 3 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ അല്ലെങ്കിൽ പരിപ്പ് വേകുന്ന ഒരുവിധം നന്നായിട്ട് പരിപ്പ് വേകണം. അതുവരെ ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ, ഒരു കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിവിടെ 3 വിസിലാണ് അടിക്കുന്നത്. 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വയ്ക്കുകയാണ്. ഇപ്പം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് വേകുന്ന സമയത്തേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിനകത്തേക്ക് ചേർത്ത് ആവശ്യമായിട്ടുള്ള 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് മഷി പോലെ അരിയത്തക്ക രീതിയിൽ അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ കുക്കറ് 3 വിസിൽ അടിക്കാൻ പോവുകയാണ്. 3 വിസിൽ അടിച്ചു കഴിഞ്ഞ് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ആ തേങ്ങ നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഉള്ളി ഒന്ന് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് നന്നായിട്ട് വരുന്നത് വരെ മൂടി വയ്ക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം തിരിഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു.
നന്നായിട്ടൊന്ന് വഴറ്റി വേകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അത് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് വഴന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വഴന്നു വരുന്ന നേരത്തേക്ക് നമുക്ക് ഈ ഞാൻ ഈ കുക്കറിന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് വരണം. ചില കുക്കറിലൊക്കെ ഒരു 6-7 വിസിലടിക്കേണ്ടി വരും. ഇവിടെ ഒരു 3 എണ്ണം അടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പരിപ്പായതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരും. അന്നേരം നമ്മുടെ ചാറിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കണം. ഇപ്പോഴാ ഉള്ളിയും മുരിങ്ങയിലയും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വെന്ത് വന്നതിലേക്ക് ഞാൻ ആ പരിപ്പും തേങ്ങയും കൂടെ അരച്ച് ചേർത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിപ്പോയതാണ്. പരിപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയതാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉള്ളിയും മുരിങ്ങയിലയും വെന്തതിലേക്ക് ആ പരിപ്പും തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ച് ഒന്ന് ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്തേക്ക് ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കണം. ഇവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. മുരിങ്ങയിലയൊക്കെ കഴിക്കുന്നത് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ്. ഇപ്പം ചെറിയ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് മുരിങ്ങയില കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ്.